പക്ഷേ തിയേറ്ററിൽ 11 പേരെ ആകെ ഉണ്ടെന്നും വല്ലാത്തൊരു വിഷമായി പോയി. കാര്യം ഇങ്ങനൊരു സിനിമ വന്നിട്ട് ഇപ്പം ഇരുന്ന് തിയേറ്ററിൽ ആകെ 11 പേരുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടം തോന്നും. അപ്പം നേരെ എന്ന് പറഞ്ഞ സിനിമയൊക്കെ വെച്ചാൽ ഒരു മനുഷ്യന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള സംഭവം. ഇതെന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല, കാണുന്നവർക്ക് മനസ്സിലായിട്ടില്ല. എന്തോ ഒരു സംഭവം. ആ ഷോയിൽ വെറും 11 പേരുണ്ട്. ഞാൻ എണ്ണി നോക്കി, അതിൽ 4 പേര് ഇൻ്റർവെല്ലിന് ഇറങ്ങിപ്പോയി. പോയിട്ട് 7 പേരാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചൊരു ഒന്നും മോഹൻലാൽ ചെയ്യുന്നതായിട്ടൊന്നും അതിനകത്ത് വേണമെന്നില്ല. ശരിക്കും വലിയ പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ സിനിമ കാണാൻ വന്നത്. നേര് നന്നായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് രക്ഷപ്പെടുന്നൊരു സിനിമ എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ ഇന്ന് വന്നത്. ശരി, ഇന്നത്തെ പോലെ ഞാൻ ലീവ് എടുത്തിട്ട് വന്നത് അതുകൊണ്ടാണ്. ഒരാർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സാധനം. ഇത് കുഞ്ഞായി മരക്കാറിനെ പറ്റിയ അതേ സംഭവം തന്നെയാണ് ഇതിനും പറ്റിയത്. മരക്കാർ 2 വർഷത്തോളം ആൾക്കാർ ഭയങ്കരമായ പ്രതീക്ഷയോടിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും സംഭവിച്ചില്ല. ഇതിപ്പോൾ തന്നെ നമുക്ക് അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആൾക്കാർ ഇപ്പം ഇന്നത്തെ കാലത്ത് തന്നെ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. 100% 2024 പുള്ളിയുടെ സമയമൊക്കെ മാറിയിട്ട് തിരിച്ചു വരും. ഞാനിതൊരു വലിയ പ്രതീക്ഷയോടെയാണ് വന്നത്. പക്ഷെ ഇന്നലെ എല്ലാം ഫുൾ ബുക്കിംഗ് ആയിരുന്നു. പക്ഷെ ഇപ്പം തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാര്യം ഈ ഷോയ്ക്ക് വെറും 11 പേരെ ഉള്ളായിരുന്നു തിയേറ്ററിൽ ആകെ. അങ്ങനെ ഒരു സിനിമയിൽ ഇത്രയും ഒരു ഭയങ്കരമായിട്ടൊരു വരുമെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര സംഭവമാണ്. ആദ്യ ദിവസം ഇന്നലെ ടിക്കറ്റ് നോക്കിയപ്പോൾ ടിക്കറ്റ് ഇല്ലായിരുന്നു സംഭവം. ഇത്രയും ടിക്കറ്റ് ക്യാൻസലേഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഒരു ഭയാനകമായ സംഭവമാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ബാധിക്കത്തില്ല. കാര്യം ഇപ്പം എനിക്ക് തോന്നുന്നു 3ാമത്തെ 4ാമത്തെ വർഷം ആയിരിക്കും ഇന്നത്തെ ദിവസം. തീർച്ചയായിട്ടും ഉണ്ടാകത്തില്ല. ഇത് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിലാണെങ്കിൽ എനിക്ക് വിഷമമുണ്ടാകും. എനിക്ക് ചേട്ടൻ എന്നുള്ള നിലയിലുള്ള വിഷമമൊന്നുമില്ല. പ്രേക്ഷകനെ സംബന്ധിച്ച് വെച്ചാൽ ഭയങ്കരമായ പ്രതീക്ഷ. രാവിലെ ഒരു ഓട്ടോക്കാരൻ പറയായിരുന്നു, അയാൾ ഫസ്റ്റ് ഷോ കണ്ട ആളാണ്. കണ്ടെന്ന് ഉറപ്പായാലും അയാൾ പറയായിരുന്നു, എൻ്റെ സാർ ഇതൊക്കെ ഭയങ്കര സങ്കടമാണ്. കാര്യം വെച്ചാൽ അത്രയും പ്രതീക്ഷിച്ച് അയാൾ ഓട്ടവും കളഞ്ഞ് ഇപ്പോൾ ഒരു ഫാമിലിയൊക്കെ വരുമ്പം അവരെന്ത് പ്രതീക്ഷയിലായിരിക്കും വരുന്നത്. ശരിക്കും അത് മാത്രമല്ല, ഭയങ്കരമായ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സെറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ആ പ്രൊഡ്യൂസറുടെ കാര്യം ഭയങ്കരമായ ബുദ്ധിമുട്ടായിരിക്കും.